Good morning. Good morning. How are you? Fine. Okay. Okay. So, പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഒരു 5 വയസ്സ് മുതൽ ഞാനും ബോർഡിങ്ങിലായിരുന്നു. അന്ന് ഒരു 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് വീട്ടിൽ നിന്നൊരു കത്ത് വരുന്നത്. ഇൻലൻഡിൽ അത് എഴുതിയിരുന്നത്. ഇൻലൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജനറേഷനിലുള്ളവർക്കത് മനസ്സിലാവണമെന്നില്ല. പിന്നെ മാസത്തിലൊരു തവണ വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ വരും, ലാൻഡ് ലൈനിലേക്ക്. അപ്പോൾ ആ ഇടവേളകളിലുള്ള ഒരു അസ്വസ്ഥത, ബോർഡം, ദുഃഖം, പിന്നെ രാത്രിയിലുണ്ടാവുന്ന ദുസ്വപ്നങ്ങൾ, ഇതൊക്കെ അന്നുണ്ടായിരുന്നതാണ്. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ഒരു ഓപ്ഷനുണ്ട്. ഫിലിപ്പിൻ്റെ കയ്യിലുള്ള ആ ഫോൺ, അതുപോലെ ഫിലിപ്പിൻ്റെ അപ്പൻ്റെ കയ്യിലും ഒരു ഫോണുണ്ട്, ഇല്ലേ? എന്നിട്ടും മാസത്തിൽ ഒരു തവണ പോലും മര്യാദയ്ക്കൊന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. നൗ ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ അക്സെപ്റ്റബിൾ, റൈറ്റ്? റിയലി നോട്ട് അക്സെപ്റ്റബിൾ, അല്ലേ? അപ്പം നമുക്കതൊന്ന് മാറ്റേണ്ടതുണ്ട്, കറക്റ്റ്? പക്ഷേ ഡോക്ടർക്ക് അറിയാലോ പുള്ളിക്കാരൻ്റെ സ്വഭാവം. യെസ് യെസ്, ഐ നോ. എനിക്കെന്തോ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കറിയാം ആൻ്റണിയുടെ ഒരു സ്റ്റബേൺനെസ്, ഒരു എന്താ പറയുക, ഒരു കടുംപിടുത്തം. അത് നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഓക്കെ, ലെറ്റ്സ് ട്രൈ. യാ, വി വിൽ. അകത്തോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. ഫിലിപ്പിനോട് നടന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞു. താൻ ചെയ്തൊരു തെറ്റ് കാരണം അവൻ അനുഭവിച്ച ട്രോമ എന്തെന്ന് തനിക്ക് വല്ല ഐഡിയ ഉണ്ടോ? ജസ്റ്റ് ഇമാജിൻ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ താനായിരുന്നെങ്കിലോ? അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? എത്ര നാളായി ഫിലിപ്പ് ആൻ്റണിയെ അപ്പ എന്ന് വിളിച്ചിട്ട്? തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. ഇതിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് പ്രധാനം, അല്ലേ? സോ ലെറ്റ്സ് അനലൈസ്. ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ഡീറ്റെയിൽഡായി നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. എല്ലാം ആരംഭിച്ച ആ ഒരു പോയിന്റ്, എല്ലാറ്റിൻ്റെയും തുടക്കം. സാറേ, ആന്റണി സാർ വന്നിട്ടുണ്ട്. അതെ, ശിവൻ സാറ് വിളിച്ചപ്പോൾ ഞാൻ ബാറിലായിരുന്നു. കഴിച്ചു പറ്റുന്നൊന്നുമില്ലേ? ഈടോ ഇവിടെ എന്താ? ഇവിടെ പരാതിക്കാരെ കൂടെ വന്നതാ. വേറെ പണി? ഈ കുട്ടി അവർ കോളേജിൽ പാർട്ട് ടൈമായിട്ടത് പഠിക്കുന്നുണ്ട്. ആ, തനി വന്നേ. ജൂനിയർ ആരെ കിട്ടിയെടുത്തേ? ഇല്ല സാർ. വന്നിട്ട് ഒത്തിരി നേരമായോ? ഇല്ല സാറേ, അധികം നേരം ആയില്ല.
എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ വീണ്ടും ചോദിക്കുക, നമുക്ക് ഈ കേസ് ഫയൽ ചെയ്യണോ? മോള് പറഞ്ഞായിട്ടനുസരിച്ച് അല്ല, അങ്ങനെയൊന്നും നടന്നിട്ടില്ലല്ലോ. വേണം സർ. അവനെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ രാജീവായിട്ട് സംസാരിച്ചു. പാവന് നല്ല വിഷമമുണ്ട്. അവൻ ചെയ്ത് തെറ്റെന്താണെന്ന് അവന് മനസ്സിലായി. അവൻ എന്തായാലും അത് റിപ്പീറ്റ് ചെയ്യില്ല, അതെൻ്റെ ഉറപ്പാണ്. പറ്റില്ല സർ, എനിക്ക് കേസ് ഫയൽ ചെയ്യണം. അവന്റെ സ്വഭാവം കോളേജിൽ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. അവനെ കഴിഞ്ഞ 3 വർഷമായിട്ട് എനിക്കറിയാം. ഇപ്പൊ തേർഡ് ഇയറല്ലേ? അതെ. 3 വർഷമായിട്ടുള്ള പരിചയം, 2 വർഷമായിട്ടുള്ള പ്രണയം അല്ലേ? അല്ല, ആരോ പറഞ്ഞു കേട്ടാ? ഇല്ല സർ, അവൻ എന്നെ പ്രപ്പോസ് ചെയ്തു എന്ന് പറയുന്ന സത്യ. ഞാൻ നോ പറഞ്ഞ ശേഷം അവൻ എന്നെ സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങി. ഈ റിയ, തൻവി, ഏഞ്ചൽ ഇവരൊക്കെയാണ്? അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് സർ. അവരോട് ചോദിച്ചാൽ സത്യം അറിയാൻ പറ്റും. അവരാണ് താനും രാജീവായിട്ടുള്ള ബന്ധത്തെപ്പറ്റി ആദ്യമായിട്ട് മൊഴി വന്നു. പിന്നെ ഞാൻ രാജീവിനോട് ചോദിച്ചപ്പോൾ അതിന് സമ്മതിച്ചു. ഇല്ല സർ, അവരൊരിക്കലും അങ്ങനെ പറയില്ല സർ. എനിക്കറിയില്ല ദിത്തി. അവർ പറഞ്ഞ നിങ്ങളെല്ലാവരും കൂടി ഇവിടുന്ന് ക്ലാസ് കട്ട് ചെയ്ത് രാജീവിൻ്റെ വീട്ടിലത് പാർട്ടിക്കാൻ മറ്റോ പോയി. അയ്യോ പിന്നെന്തോ? അല്ല സർ, ഞങ്ങൾ എല്ലാവരും ഇന്ന് കോളേജിൽ തന്നെ ഉണ്ടായിരുന്നു. കോളേജ് കഴിഞ്ഞ് ഞാൻ വാഷ്റൂമിൽ പോയപ്പോഴാ സർ. കോളേജിൽ അന്വേഷിച്ചാൽ മതി, സത്യം അറിയാൻ പറ്റും. കോളേജിലൊക്കെ ഞാൻ തിരക്കിയിരുന്നു. എന്തിനാ മോളെ വെറുതെ കള്ളം പറയുന്നത്? അമ്മ എടുത്തുള്ളതുകൊണ്ടാണ്. മാഡം കേൾക്കണം. മോളും ഫ്രണ്ട്സും കോളേജ് കയറ്റിയെത്തിയത് സത്യം. അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് രാജീവിൻ്റെ വീട്ടിലേക്ക് പോയി. നിങ്ങളുടെ ഓട്ടോ ഡ്രൈവറോട് ഞാൻ സംസാരിച്ചിരുന്നു. ഇല്ലമ്മ, ഞാനിന്ന് ക്ലാസ്സിന് പോയിരുന്നു. ഈ എന്താണ് സിജോ ആരാണ്? എൻ്റെ ഫ്രണ്ടാണ് സർ. അറിയാം മാഡം. ഈ പാർട്ടിയുടെ ഇടയിൽ രാജീവും ദീപ്തിയും കൂടി രാജീവിൻ്റെ മുറിയിലേക്ക് പോയി. എന്തിനാണെന്നറിയില്ല, രണ്ടുപേരും തനിച്ചായിരുന്നു. സർ സർ പ്ലീസ് സർ, സ്റ്റോപ്പ് ഇറ്റ് സർ. സർ പ്ലീസ്. ആ, ഇതൊക്കെ അവളുടെ ഫ്രണ്ട്സ് പറഞ്ഞ കാര്യമാണ്. റൂമിൽ വെച്ച് ദീപ്തിയുടെ ഫോണിൽ രാജീവ് സിജോയുടെ എന്തോ മെസ്സേജ് ഉണ്ട്. രാജീവ് ഒക്കെ തന്നെ ചോദിച്ചു. അത് കഴിഞ്ഞ് ഇവർ തമ്മിൽ 1-2 പറഞ്ഞെന്തോ വഴക്കായി. ഞാൻ പറയട്ടെ. വഴക്കിന് ശേഷം ദീപ്തി സത്യം തുറന്നു പറഞ്ഞു. എന്താണ്? സിജോ ആയിട്ടും ദീപ്തിക്ക് അഫെയർ ഉണ്ട്. എത്ര കാലമായിട്ട്? 1 വർഷമായിട്ട്. അതായത് ഒരേ സമയം 2 പേരുമായിട്ട്. കുട്ടിക്ക് സിജോ ആയിട്ട് ബന്ധമില്ലെന്നാണോ പറഞ്ഞു വരാൻ പോകുന്നത്? സിജോ ആയിട്ട് ബന്ധമില്ലെന്നാണ് ഇപ്പൊ പറയണേ. ഇപ്പൊ പറയണം. മോള് കരയാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ അവര് പറഞ്ഞത്. അവര് പറയുന്നത് താനും രാജീവും തമ്മിൽ ഇഷ്യൂ ഉണ്ടായപ്പോ ആ ദേഷ്യത്തിലുണ്ടാക്കിയ കള്ളക്കേസാണെന്ന്. മോള് എന്താ പേര്? രേവതി. ആ, രേവതി. താനും ഞാനും ഈ വിദ്യയും നമ്മളൊക്കെ സാധാരണക്കാരൻ. ഈ രാജീവിൻ്റെ അച്ഛൻ മുരളി എന്നൊക്കെ പറഞ്ഞാൽ വലിയ ആൾക്കാരാണ്. അവരോടൊക്കെ കളിക്കാൻ പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ അവർ പൊക്കിയെടുത്തോണ്ട് വരും. ആ പുറത്തിരിക്കുന്ന കുട്ടിയുടെ പേരെന്തോ? ഐറിൻ. ആ, ഐറിൻ. അവള് പറയുന്നിട്ട് അടുത്ത് ചാടാൻ നിൽക്കരുത്. അവർക്കൊക്കെ പല ലക്ഷ്യങ്ങളും കാണും. വിദ്യക്ക് നമ്മുടെ ഗായത്രിയുടെ കാര്യം അറിയില്ലേ? ആ കേസ് തോറ്റപ്പോൾ ഐറിൻ കൈ കഴുകി. അവസാനം ഗായത്രിയുടെയും വീട്ടുകാരെയും മാനവും കപ്പിൽ കയറി ഒരുമാതിരി. രേവതി, അതുകൊണ്ട് ഞാൻ പറയാം, മോളുടെ ഭാവി നോക്കണ്ടേ? മോളുടെ കരച്ചിലാണെന്ന് എനിക്ക് നല്ല വിഷമമുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ കേസുമായിട്ട് മുമ്പോട്ട് പോകണ്ട. നമ്മുടെ ഭാഗത്തും തെറ്റുണ്ടല്ലോ. ഞാൻ പറയണ നോക്കണ്ട. നിങ്ങൾ ചിന്തിച്ചൊരു തീരുമാനം എടുത്താൽ മതി. എന്താ ആന്റണി? ഓക്കെയാണ് സാറേ, ഒരു കേസ് ഫയൽ ചെയ്യില്ല. വെരി ഗുഡ്. നിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ മുറിയില്ല. എത്രയ്ക്കാ സെറ്റിൽമെന്റ്? ഈ കേസിൽ ഗാന്ധിക്ക് റോളില്ല സാറേ.
താനിതാ മുരളിയോട് പറഞ്ഞോ? ഇല്ല. ഒരു കാര്യം ചെയ്, ഒരു സെറ്റിൽമെൻ്റ് ആയിട്ട് ഒരു 4 അല്ല ഒരു 5 പറ. എന്നിട്ട് ആ മുരളിയോടൊപ്പം പോയി നീ ക്യാഷ് വാങ്ങി വീട്ടിലോട്ടോ. ആ സാറേ, ശരി. ഒന്നേ ഉള്ളെന്നാകുന്നു.